ഇപ്പോൾ ഡി പ്രമേഷ് കുമാർ കൂടി ചേരുന്നു. പ്രമേഷ്, ഒരുപാട് കാലത്തെ അനുഭവങ്ങൾ, വാർത്താ വേളയിലുള്ള അനുഭവങ്ങൾ VS അച്യുതാനന്ദനുമായി ഉള്ളതാണ്. പലപ്പോഴും കുറച്ച് കർക്കശ ബുദ്ധിയോടെ ഒക്കെ സംസാരിക്കുന്നതിനിടയിലും ചില നർമ്മങ്ങൾ ഒരു മൂലയിലേക്ക് മാറി നിന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് വലിയ വിവാദങ്ങളായി മാറൽ, അങ്ങനെ പല വിധത്തിലാണ് VS തൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുള്ളത്. പാർട്ടിക്കകത്തും പുറത്തുമുള്ളവർക്കൊക്കെ ഉള്ള മറുപടി പല വിധത്തിൽ VS പങ്കുവച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ കാലങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്? ദിവിഷ്, VS അച്യുതാനന്ദനെ കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഓർമ്മകൾ, അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങളായി നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആയിരങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രാമധ്യേ പലയിടത്തും പല സ്ഥലങ്ങളിലായിട്ട് കാത്തു നിൽക്കുന്നത്. ഈ ജനങ്ങളുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്ന ഒന്ന്, അദ്ദേഹം എല്ലാ ജനഹൃദയങ്ങളിലും അദ്ദേഹം കുടികൊള്ളുന്നു. ഒരു കേരളത്തിൻ്റെ നേതാവായി, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായി, ജനകീയ നേതാവായി, അതുപോലെ തന്നെ തൊഴിലാളികളുടെ നേതാവായി ഒക്കെ തന്നെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു നേതാവാണ്, ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഒരു പോരാളിയാണ് ശ്രീ VS അച്യുതാനന്ദൻ. അതാണ് ഇപ്പോൾ നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ അടുത്തും അകലെയുമായി അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ 1986-87 സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആദ്യമായി കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് എൻ്റെ ഓർമ്മകൾ ആരംഭിക്കുന്നത്. 86-87 കാലം നമുക്കറിയാം. അദ്ദേഹം അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് CPM-ൽ MV രാഘവനും അതുപോലെ തന്നെ ബദൽ രേഖാ വിവാദമൊക്കെ CPM-നെ പിടിച്ചു കുലുക്കിയിരുന്ന ഒരു കാലമാണ്. പാർട്ടിയുടെ ഔദ്യോഗിക രാഷ്ട്രീയ ലൈൻ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം രൂപവൽക്കരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാട് ശ്രീ MV രാഘവനും അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു വിഭാഗം നേതാക്കളും, ധാരാളം പേര് അന്ന് MV രാഘവനെ ആദ്യകാലത്ത് ആ രാഷ്ട്രീയ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചുണ്ടായിരുന്നു. പുത്തലത്ത് ദിനേശൻ, PV കുഞ്ഞിക്കണ്ണൻ, EK ബിച്ചുവാവ, നമ്മുടെ ശിവദാസ് മേനോൻ, ദക്ഷിണാമൂർത്തി, പാട്യം രാജൻ, CP മൂസാൻകുട്ടി, CK ചക്രപാണി, ഇങ്ങനെ ധാരാളം നേതാക്കൾ അന്ന് ശരിക്കും ഔദ്യോഗികമായ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി MV രാഘവൻ ഉയർത്തിയ ബദൽ രേഖയോടും അതിനും അനുഭാവം പ്രകടിപ്പിച്ചു കാത്തു നിന്നു. പിന്നീട് സ്വാഭാവികമായിട്ടും പാർട്ടി അതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ പല നേതാക്കൾ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അന്ന് ശ്രീ MVR-നെതിരെ നടപടി എടുക്കേണ്ടി വന്നു. CPM-ൽ നിന്ന് അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നീട് പുറത്താക്കുകയുണ്ടായി. അന്ന് MVR-ഉം ഇതേപോലെ ഒരു വലിയ ജനകീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം അനുയായികൾ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളിൽ MVR-ന് ധാരാളം അനുഭാവികളുണ്ടായിരുന്നു. അങ്ങനെ MVR ഉയർത്തിയ ആ കൊടുങ്കാറ്റ്, രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ നേരിടാൻ വേണ്ടി അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ നടപടികളൊക്കെ എവിടെയൊക്കെ MVR സംസാരിക്കുമോ അവിടെയെല്ലാം വന്ന് ശ്രീ VS-ഉം അതുപോലെ തന്നെ ഗൗരിയമ്മയും ഒക്കെ പങ്കെടുപ്പിച്ചുള്ള രാഷ്ട്രീയ പൊതുയോഗങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയാണ് ഞാൻ. VS-ന്റെ പ്രസംഗം ഇപ്പോൾ നമുക്കെല്ലാം വളരെ പരിചിതമായ ആ നീട്ടിയും കുറുക്കിയുമുള്ള ശൈലി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുന്നത്. ആ പ്രസംഗത്തെക്കുറിച്ച് VS തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കാലത്ത് VS-ന് അദ്ദേഹം സ്വീകരിച്ച ഒരു പ്രസംഗ ശൈലിയാണ്. സാധാരണ തൊഴിലാളികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കാൻ, പ്രത്യയശാസ്ത്ര വിഷയങ്ങൾ അവരുടെ ബോധത്തിൽ അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാനൊക്കെ അദ്ദേഹം സ്വീകരിച്ച ഒരു ശൈലിയാണ്. അതാണിപ്പോൾ നാം ഇടയ്ക്ക് ഇപ്പോൾ കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ പഴയ ചില പ്രസംഗങ്ങൾ. വളരെ രസകരമായി വിഷയങ്ങൾ അവതരിപ്പിക്കുക, രാഷ്ട്രീയ എതിരാളികളെ അവർക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും വളരെ രസകരമായി സംസാരിക്കുകയൊക്കെ തന്നെ VS-ൻ്റെ ഒരു രാഷ്ട്രീയ ശൈലിയാണ്. ആ രാഷ്ട്രീയ ശൈലിയിലുള്ള ഒരു പ്രസംഗം ഞാൻ ആദ്യമായി കേൾക്കുന്നത് അപ്പോഴാണ്. VS പിന്നീട് വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള ശൈലിയിൽ അദ്ദേഹം വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കും. ഒരിക്കൽ കണ്ണൂരിലെ CPM ഒരു വശത്തും അതുപോലെ തന്നെ RSS സംഘപരിവാർ സംഘടനകൾ മറുവശത്തുമായി ഉണ്ടായ രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ സംഘർഷം വളരെ കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരു കാലത്ത്, അന്ന് VS പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഒരു വാർത്താ സമ്മേളനത്തിൽ
അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പാർട്ടി പ്രവർത്തകർ പ്രതിരോധ നടപടി മാത്രമേ സ്വീകരിക്കാവൂ, അല്ലാതെ അക്രമം പാർട്ടിയുടെ ശൈലിയല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അന്ന് ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പത്രപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി, ഈ അവിടെ നടക്കുന്ന രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരു വശത്ത് എപ്പോഴും CPM ഉണ്ട്, എന്തുകൊണ്ടാണ് CPM അന്ന് ഭരണകക്ഷി പലപ്പോഴും ഭരണകക്ഷിയായിരിക്കുമ്പോൾ പോലും CPM എങ്ങനെയാണ് ഇത്തരം രാഷ്ട്രീയ സംഘർഷത്തിൽ ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ പ്രതിരോധ നടപടി എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് അദ്ദേഹം അന്ന് വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ രണ്ട് കൈയും ഇങ്ങനെ കാണിച്ചിട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ തടുക്കുക മാത്രമേ പാടുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതിരോധ നടപടിയെക്കുറിച്ച് അദ്ദേഹം അന്ന് വിശദീകരിച്ചത്. അത് വളരെ ചിരിയുണർത്തിയ ഒരു വാർത്താ സമ്മേളനമായിട്ട് നമ്മൾ പലരും പിന്നീട് ഓർക്കുകയുണ്ടായി. ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ ഈ ശൈലി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള തൊഴിലാളികളോട് സാധാരണക്കാരോട് ഒക്കെ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയവിനിമയം നടത്തുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം എപ്പോഴും പ്രസംഗത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്നത്. ആ പ്രസംഗ ശൈലിയാണ് പലപ്പോഴും ഒരു VS ശൈലിയായി മാറിയിരിക്കുന്നത്. പക്ഷെ വളരെ ഷാർപ്പായി വളരെ കാർക്കശ്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളും നിലപാടുകളും ഒക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. നമുക്കറിയാം VS അച്യുതാനന്ദനെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ഈ ജനകീയ സ്വീകാര്യത രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ സ്വീകാര്യത മുമ്പ് എനിക്ക് തോന്നുന്നത് ഈ 85, 86, 90-കൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്ന് സംശയം നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് അദ്ദേഹം CPM-ന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി, അല്ലെങ്കിൽ അദ്ദേഹം CPM-ന്റെ മാത്രം ഒരു നേതാവായിരുന്നു, ജനകീയ നേതാവ് ഒക്കെ ആണെങ്കിൽ പോലും. കാരണം വളരെ കാർക്കശമായ അല്ലെങ്കിൽ വളരെ കാർക്കശ്യത്തോടുള്ള പാർട്ടി നിലപാടുകൾ മാത്രം വെച്ച് പുലർത്തുന്ന ഒരു നേതാവായിരുന്നു. വെട്ടിനിരത്തൽ സമരം എന്നൊക്കെ പിന്നീട് പ്രസിദ്ധമായ ആ സമരം, അത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ആവിഷ്കരിച്ച ഒരു സമരമാണ്. ശരിക്കും നമ്മുടെ നിലം അല്ലെങ്കിൽ വയലുകൾ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളൊക്കെ തന്നെ മറ്റ് കൃഷികൾക്ക് വേണ്ടി മാറുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെതിരായിട്ട് നടത്തിയ നെൽവയലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് KSKTU നടത്തിയ ഒരു സമരമായിരുന്നു. ആ സമരം ശരിക്കും VS-ന്റെ ഒരു ആശയമായിരുന്നു. VS-ന്റെ ആശീർവാദത്തോടു കൂടിയായിരുന്നു അന്ന് KSKTU കുട്ടനാട്ടിലും പിന്നീട് കേരളമെമ്പാടും നടത്തിയ ഒരു സമരം. അന്ന് ആ സമരത്തിന് ചില വഴിതെറ്റലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കൃഷി ഏത് സ്വീകരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കർഷകനാണ്. അതിനു പകരം കർഷകൻ്റെ ഇതര മറ്റ് കൃഷികളെയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ആ സമരം, അങ്ങനെ ചില വഴിതെറ്റലുകൾ ചില ഭാഗത്തുണ്ടായപ്പോൾ വാർത്താ മാധ്യമങ്ങളിലടക്കം തന്നെ ആ സമരത്തിനെതിരായി ഒരു വിമർശനം ഉയർന്നു വന്ന് അതാണ് വെട്ടിനിരത്തൽ സമരം എന്ന് പിന്നീട് പ്രസിദ്ധമായ ആ സമരത്തിൻ്റെ അല്ലെങ്കിൽ ആ സമരത്തിന് ആ വിളിപ്പേര് വന്നത്. ശരിക്കും ആ വെട്ടിനിരത്തൽ സമരത്തിൻ്റെ അല്ലെങ്കിൽ ആ വെട്ടിനിരത്തൽ എന്ന വാക്ക് തന്നെ അത് VS-ന്റെ ഒരു രാഷ്ട്രീയ ശൈലിക്ക് ഒരു പര്യായമായി പിന്നീട് തീരുകയാണ് ഉണ്ടായത്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത നിഴലിച്ചു നിന്ന സമയങ്ങളിൽ VS പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും, അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെയൊക്കെ തന്നെ ഈ വെട്ടിനിരത്തൽ എന്ന വാക്കുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ പിന്നീട് വിശേഷിപ്പിക്കുകയുണ്ടായി. അങ്ങനെ വളരെ കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം 91-ന് ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹം കൂടുതലായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനും ആ ജനകീയ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുമായി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം അദ്ദേഹം സംഘടിപ്പിച്ചത്. അന്നോളം ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി വിഷയങ്ങളെ പോയി പഠിക്കുകയും ആ സ്ഥലത്ത് പോവുകയും അവിടെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത VS-ന്റെ ഒരു ശൈലിയാണ് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഈ ഇടം ഇപ്പോൾ അദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ കാരണം.